ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഇന്ന് വീഡിയോയിൽ വരാനുള്ള കാരണം മലപ്പുറം മുനിസിപ്പാലിറ്റിയിലേക്ക് മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന ഒരു വിഷയത്തിലാണ്. അപ്പോ മലപ്പുറം മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾക്ക് ബസ് കയറുന്നതിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ബസ് കയറും, ഞങ്ങൾക്ക് ആള് കിട്ടണം, ഞങ്ങൾക്ക് ആള് വേണം, ബസ് സ്റ്റാൻഡ് മെച്ചപ്പെടും വേണം, മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും വരുമാനമാവും വേണം, എല്ലാം നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് വിജയിക്കണം, വൻ വിജയത്തിലാവണം എന്നൊക്കെ നിർബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളൊരു കാര്യം വേണം, ഞങ്ങൾ ബസ്സിലേക്ക് ഒരു കാര്യം പറയാൻ തരാം. ഞങ്ങൾ കുറെ കാലം കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കയറ്റില്ല. പഴയ കാലത്ത് ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റിയപ്പോ അതിന്റെ ഒരു ടൈമാണ് ഇന്നുള്ളത്, പഴയ കാലത്തെ ടൈം. പക്ഷെ ആ ടൈമിന് ഞങ്ങൾക്ക് ഇന്ന് തിരൂരിന്ന് ഒരു വണ്ടി പോകുന്നത് നിലമ്പൂരിക്കാണ്. എല്ലാ വണ്ടി മലപ്പുറത്തേക്കല്ല, എല്ലാ വണ്ടി മഞ്ചേരിക്കല്ല. ഇവിടെ പാസിങ്ങിലൂടെയാണ് ഇതൊക്കെ പോകേണ്ടത്. അപ്പൊ ഈ പാസിങ്ങിലൂടെ ഞങ്ങൾക്ക് ചിലപ്പോൾ കോട്ടക്കുന്ന് ഇവിടുന്ന് തിരൂരിൽ നിന്ന് ഒരു വണ്ടി എടുത്താലും മഞ്ചേരിക്ക് 1 മണിക്കൂർ 40 മിനിറ്റ്. ഈ 1 മണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ 85 സ്റ്റോപ്പ് ഉണ്ട്. ഈ 85 സ്റ്റോപ്പിലും ഞങ്ങൾ ഇത്ര ആൾക്കാരെ നിർത്തി കയറ്റി ഇറക്കി സുരക്ഷയായിട്ട് ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ടൈം കിട്ടില്ല. അത് മലപ്പുറം ബസ് സ്റ്റാൻഡിൽ തന്നെ, ചിലപ്പോൾ മഞ്ചേരി സ്റ്റാൻഡിനെ കയറ്റില്ല, അതിന്റെ ബാക്കിലുണ്ടാവും ഒരു ഫൈൻ. ഇങ്ങനെ കുറെ ഫൈൻ ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് നിവർത്തികാരുകൊണ്ടാണ് ഈ റോഡ് കൂടെ വിട്ട് എത്താത്തതുകൊണ്ട് മാത്രമാണ് ഒരു സ്റ്റാൻഡിക്ക് ഞങ്ങൾ കയറി. അല്ലാതെ മലപ്പുറം സ്റ്റാൻഡിക്ക് മാത്രം കയറില്ല ഒരു ബസ്സുകാരും ഒരു ഓണേഴ്സും ആരും അറിയില്ല അല്ലേ. എല്ലായിടത്തും നമുക്ക് കയറും. നമുക്ക് ആള് വേണം, സമയമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ടൈം നമുക്ക് ഒരു 1/2 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഈ ബസ്സിൽ തമ്മിലാണ് കച്ചറ എന്താണല്ലോ. എന്തെങ്കിലും ഒരു കാര്യത്തിലല്ല, അല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു വിഷയത്തിലല്ല, സമയത്ത് ചൊല്ലിയാണ് ഏത് ബസ്സിലേക്കും വിഷയം ഉണ്ടാകുന്നത്. ഭയങ്കര ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഒരു സമയം, നിശ്ചിത സമയം അവിടെ കയറാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷന്റെ അവിടെ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ എത്രയോ അപകടങ്ങൾ നമ്മൾ കൺമുമ്പിൽ നമ്മൾ കണ്ടാണ് മുമ്പ്. എത്രയോ അപകടങ്ങൾ ഈ ബസ്സിൽ കയറുമ്പോൾ അതിന്റെ ബൈക്ക് ചോട്ടിലേക്ക് പോയ ഒരു അപകടം ഞാൻ കണ്ണുകൊണ്ട് ദയവായി കണ്ട കാഴ്ചയുണ്ട് കുറെ മുമ്പ് തന്നെ. അന്നൊക്കെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിയും ആയിക്കോട്ടെ, റോഡ് തിരക്കായി. പഴയ ടൈമാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിന് ഒരു മാറ്റം വന്നില്ല. റോഡിൽ ഒരുപാട് വണ്ടികളാണ്, അത്രയും വണ്ടികളെ കവർ ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ കൂടി നിങ്ങൾ കയറി പറഞ്ഞാൽ വാശി പിടിച്ചാണ് ഈ 2 മിനിറ്റോ 3 മിനിറ്റോ പോയി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ആൾക്കാർ വെച്ചാണ് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് ഈ വണ്ടി പായാണ്. അത് മനസ്സിലാക്കണം. പിന്നെ ഈ സ്പീഡ് കൂട്ടണങ്ങള്. അപ്പൊ ഇതൊരു സംവിധാനം കണ്ടെത്തുക, ആദ്യം ഒരു സംവിധാനം കണ്ടെത്തുക. ആ സ്റ്റാൻഡിലേക്ക് വരുന്ന റോഡിൽ ഒരുപാട് കടകളുണ്ട്. ആ കടകളിൽ ആ ഇത്ര വണ്ടികളൊക്കെ റോഡ് സൈഡ് ഒതുക്കി നിർത്തിയാണ്ടുള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറിയിരിക്കും, നമുക്ക് ആൾക്കാർ വേണം, നിങ്ങൾക്കും വിജയം ഉണ്ടാവണം. അതന്നെ നമ്മുടെ ആവശ്യം. അപ്പൊ ഇന്ന് മലപ്പുറത്ത് ഒരു കാഴ്ചകൾ കണ്ടുപിടി. ഞാൻ ഇതിൽ കാണിച്ചു തരാം. മലപ്പുറത്ത് എല്ലാ ബസ്സുകാരും ഇപ്പോൾ പണി മുടക്കി, ഒരു ബസ് ഓടില്ലാന്നാക്കി. പൊതുജനങ്ങളെ എത്രയോ ആളുകള്, സ്കൂൾ കുട്ടികൾ സ്കൂൾ വിടാൻ നിൽക്കണം, എക്സാമാണ് ഇപ്പൊ വിടും, എക്സാം കഴിഞ്ഞാണ്. ഒരുപാട് ആളുകൾ റോഡിൽ നിൽക്കുന്നത്, ആ പൊരി വെയിലത്ത് നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുപിടി. ആരെക്കൊണ്ട് ഉണ്ടായതാന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കാം. ഓക്കെ, ഇത്രയും ആളുകൾ ആ പൊരി വെയിലത്ത് നിൽക്കണം, കണ്ടുപിടി. എത്ര ആളുകൾ എങ്ങോട്ടൊക്കെ പോകാനുള്ള ആളുകളാണ് നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല. നമ്മൾ സ്റ്റാൻഡിൽ ഒരു നേരം കയറുണ്ട്, സ്റ്റാൻഡിൽ ഒരു നേരം എല്ലാ വണ്ടിയും കയറുണ്ട്. അതായത് മഞ്ചേരി വരുമ്പോൾ അവസ്ഥ എല്ലാവരും കോട്ടപ്പടി സ്റ്റാൻഡ് കയറിയിട്ടാണ് പോണത്. പരപ്പനങ്ങാടിയിൽ നിന്നും തിരൂരിൽ നിന്നും കയറാൻ